സെലിബ്രിറ്റികളുടെ പേഴ്സണൽ ലൈഫിലെ സംഭവങ്ങളും വാർത്തകളിൽ നിറയാറുണ്ട്. ധോനിയും കോഹ്ലിയും അനുഷ്കയും ഒക്കെ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയും നടി നടാഷ സ്റ്റാൻകോവിച്ചും വിവാഹിതരായത് വലിയ വാർത്തയായിരുന്നു. രഹസ്യമായിട്ടായിരുന്നു താരങ്ങളുടെ വിവാഹം. ചിത്രങ്ങൾ പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് ഇക്കാര്യം പുറം ലോകം അറിഞ്ഞത്. വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതിനൊപ്പം നടാഷ ഗർഭിണിയാണെന്ന കാര്യവും തങ്ങൾ പറഞ്ഞിരുന്നു. വൈകാതെ ഇരുവരും ഒരു ആൺകുട്ടിയുടെ മാതാപിതാക്കളുമായി. ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഹാർദിക്കും നടാഷയും പിരിയുന്നു എന്നാണ് പ്രചരിക്കുന്നത്. വിവാഹമോചന വാർത്ത പ്രചരിച്ചതിനൊപ്പം ഹാർദിക് നടാഷയ്ക്ക് എത്ര ജീവനാംശം കൊടുക്കുമെന്നും താരത്തിന്റെ ആസ്തിയെക്കുറിച്ചുമൊക്കെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഹാർദിക്കിന്റെ 70% സ്വത്ത് ഭാര്യ കൊണ്ടുപോകുമെന്ന തരത്തിലൊക്കെയാണ് പ്രചരിക്കുന്നത്. എന്നാൽ കോടികൾ ആസ്തിയുള്ള ആളാണ് നടാഷയും. സെർബിയൻ മോഡലും നർത്തകിയും നടിയുമാണ് നടാഷ സ്റ്റാൻകോവിച്ച്. 2012 അഭിനയ ജീവിതം തുടങ്ങിയ നടാഷ ജോൺസൺ ആൻഡ് ജോൺസൺ പോലുള്ള ബ്രാൻഡുകളുടെ പരസ്യങ്ങളിലൂടെയാണ് പേരെടുത്തത്. 2013 പ്രകാശ് ദാസ് സംവിധാനം ചെയ്ത സത്യാഗ്രഹ എന്ന ചിത്രത്തിലൂടെ നടി ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. ഷാരൂഖ് ഖാന്റെ സിനിമയിലടക്കം നടി അഭിനയിച്ചു. നടാഷയുടെ ആസ്തി ഏകദേശം 20 കോടിയോളം രൂപ വരുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വ്യക്തമായ കണക്ക് പുറത്തു വന്നിട്ടില്ല. അതേസമയം ഹാർദിക് പാണ്ഡ്യയുടെ ആസ്തി $11 മില്യൺ. അത് ഇന്ത്യൻ രൂപ ഏകദേശം 91 കോടിയോളം വരും. പ്രതിമാസം 1.2 കോടി രൂപയാണ് താരത്തിന് ലഭിക്കുന്നത്. BCCIയുമായുള്ള കരാറിന്റെ ഭാഗമായി പ്രതിവർഷം 5 കോടി രൂപയാണ് താരത്തിന് ലഭിക്കുക. മാത്രമല്ല IPLൽ ഹാർദിക്കിന്റെ മൂല്യം 15 കോടി ഇന്ത്യൻ രൂപയാണ്. വഡോദരയിൽ 6000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പെൻഹൗസിന്റെ ഉടമയാണ് ഹാർദിക് പാണ്ഡ്യ. 3.6 കോടിയാണ് ഇതിന്റെ വില. മാത്രമല്ല താരത്തിന്റെ പേരിൽ നിരവധി ആഡംബര കാറുകളുമുണ്ട്. അതിന്റെ മൊത്തം തുക ഏകദേശം 7 കോടിയോളം വരും. ഭാര്യയ്ക്ക് 70% സ്വത്ത് കൊടുക്കണമെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഹാർദിക്കിന്റെ പഴയൊരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. അതിൽ തന്റെ അച്ഛൻ മുതൽ സഹോദരൻ വരെയുള്ള എല്ലാവരുടെയും സ്വത്തും ബാങ്ക് ബാലൻസും അമ്മ നളിനി പാണ്ഡ്യയുടെ പേരിലാണെന്ന് താരം പറയുന്നത്. അതുപോലെ തന്റെ സ്വത്തിന്റെ 50% ഓഹരിയും അമ്മയ്ക്ക് കൂടി അവകാശമുള്ളതാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനിടെ 2020 ലോകകപ്പിനായി താരങ്ങളുടെ ആദ്യ സംഘം ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടിരുന്നു. സംഘത്തിൽ ഹാർദിക് ഉണ്ടായിരുന്നില്ല. ഹാർദിക്കിന്റെ അസാന്നിധ്യം താരത്തിന്റെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ ശരിവെക്കുന്നതാണെന്ന പ്രചാരവും ഉണ്ടായി. വിഷയത്തിൽ ഹാർദിക്കും നടാഷയും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഹാർദിക് മറ്റൊരിടത്തേക്ക് അവധിക്കാല യാത്ര പോയി എന്നും മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് താരം ന്യൂയോർക്കിലെത്തി ടീമിനൊപ്പം ചേരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.